ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം ബ്രിട്ടീഷ് വിരുദ്ധത കൊണ്ടുണ്ടായതാണ്. പൊതുശത്രുവായ ബ്രിട്ടീഷുകാർക്ക് എതിരെ സംഘടിച്ചിട്ടുണ്ടായ ഒരു ഐക്യമേ നമുക്കുള്ളൂ. സാംസ്കാരികമായോ ഭാഷാപരമായോ നമ്മൾ ഒന്നിച്ചല്ല. ബ്രിട്ടീഷുകാരെ ബലപ്രയോഗം കൊണ്ട് ഒന്നിപ്പിച്ച ഇന്ത്യയും ആ ബ്രിട്ടീഷുകാരെ ബലപ്രയോഗത്തിൽ സമരം ചെയ്ത് പുറത്താക്കി ഉണ്ടാക്കിയ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ ഒന്നിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു പൊതുശത്രുവിൻ്റെ ബോധത്തിനകത്തുനിന്ന് രൂപപ്പെട്ടതാണ് നമ്മൾ. പഞ്ചാബുകാരനായും ബംഗാളുകാരനുമായും നമുക്ക് യാതൊരു തരത്തിലും കമ്മ്യൂണിക്കേഷൻ സാധ്യമല്ല. ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലത്തുള്ള ഐക്യത്തിന് പകരം ഏകമായ ഒരു ഇന്ത്യക്കകത്ത് ഒരു സംസ്കാരമുള്ളവരെ പോലെ പരസ്പരം പെരുമാറണമെന്ന് നിർബന്ധിക്കുമ്പോഴുണ്ടാകുന്ന ശ്വാസമുട്ടലുകളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ പോലെ ഒരു ഇന്ത്യൻ യൂണിയനാണ് നമ്മൾക്കുള്ളത്. അങ്ങനെയാണ് ഉണ്ടാകേണ്ടത്. അതിനു പകരം സെൻട്രൽ ഗവൺമെന്റ് എന്നാണ് നമ്മൾ പറയുന്നത്. കേന്ദ്രം എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങളുടെ മുകളിൽ ആധിപത്യം ഉള്ളതാണെന്നുള്ള നിലവാരത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനല്ല. നമ്മൾ ഐക്യപ്പെട്ട് നിൽക്കുന്ന ഒരു എഗ്രിമെന്റ് മാത്രമാണത്. കേന്ദ്രം എന്ന് പറഞ്ഞ് ബ്രിട്ടീഷുകാർക്ക് പകരം വടക്കേ ഇന്ത്യക്കാർ ഭരിക്കുന്ന ഒരു രാജ്യമാണിപ്പോൾ ഇത്. ഇതുകൊണ്ടാണ് നമ്മളെ ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷ് പഠിപ്പിച്ച പോലെ ഹിന്ദി പഠിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നത്. ശ്വാസം മുട്ടുന്ന മുഴുവൻ അനുഭവം നമുക്കുണ്ടാകുന്നത്.